ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചട്ടിപ്പത്തിരിയാണ്. നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യലാണ് ചട്ടിപ്പത്തിരി അല്ലേ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണേനും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ചിലവരൊക്കെ പറയാറുണ്ട് ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഉണ്ടാക്കാനെങ്കിൽ, പക്ഷേങ്കിൽ ഞാനത് വളരെ ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും എത്ര പെട്ടെന്ന് ആ ചട്ടിപ്പത്തിരി ആയി കിട്ടാന്നുള്ളത്. അപ്പം ഇപ്പം പെരുന്നാളൊക്കെ അല്ലേ, അപ്പം നമുക്ക് വീടുകളിലേക്ക് വിരുന്നാരൊക്കെ വരുമല്ലോ, ഒന്ന് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 5 മുട്ടയിൽ ഞാനിതാ എന്നിട്ട് മഞ്ഞയും വെള്ളയും ഒക്കെ എടുക്കുന്നുണ്ട്. അത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മീഡിയം സൈസ് ചട്ടിപ്പത്തിരിയാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ വലിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഈ 5 എടുത്തതിൻ്റെ പകരം ഒരു 10 മുട്ടയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ വലിയ ചട്ടിപ്പത്തിരിയായി കിട്ടും. അപ്പോൾ ഞാൻ ആ 5 കോഴിമുട്ട മഞ്ഞയും വെള്ളയും ഒക്കെ എടുത്തിട്ട് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് പാകത്തിനുള്ള മധുരമുണ്ട്. ഈ ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഏറെടാം. പക്ഷേ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വളരെ കറക്റ്റാണ് ഇതിലോട്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒരു സപ്പോർട്ട് തരണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊരു ആവേശം ഉന്മേഷം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഈ ബീറ്റ് ചെയ്ത് എഗ്ഗ് നമുക്ക് മാറ്റി വെക്കാം. മറ്റൊരു ബൗളെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഞാൻ ഒരു 5 മുട്ടയും ചട്ടിപ്പത്തിരിക്ക് മുട്ട കൂടുതൽ വേണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു 5 മുട്ടയും കൂടെ എക്സ്ട്രാ വേറെ എടുത്തിട്ടുണ്ട്. അതും ഞാൻ പൊട്ടിച്ച് അതിൻ്റെയും യോക്കും വൈറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. അതും പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഞാൻ പൊടിച്ച ഏലക്ക പൊടി ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ. ഇത് നല്ല രുചിയാട്ടെ ഈ ചട്ടിപ്പത്തിരി കഴിക്കുന്നതിന്. നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ ചട്ടിപ്പത്തിരിക്കുള്ളത്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ മുട്ട ആക്കി വെച്ചതുണ്ടല്ലോ അതിന് ഒന്ന് നമ്മൾ ചിക്കിപ്പരത്തി എടുക്കുക എന്നൊക്കെ പറയല്ലോ, അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഓയിൽ ആക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് നമ്മുടെ പൊട്ടിച്ച് ഇളക്കി വെച്ച് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലോണം ചെറിയ പീസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്നായിട്ട് ഒഴിച്ചെടുക്കാണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിനെന്താ പറയുക, അപ്പോൾ അതങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല ചെറിയ പീസാക്കി വരണം. അപ്പം എന്നിട്ട് നമുക്ക് നല്ല രുചിയായത് കഴിക്കാൻ ഇങ്ങനെ ആക്കി വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയ പാകത്തിന്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ നല്ലോണം ഒരു സ്പാച്ചുല വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി ഇനി അതേ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും കണ്ട് നമ്മൾ ബാക്കിയുള്ള എഗ്ഗും പാടെ പറഞ്ഞ് ഇതേ രീതിയിൽ നമ്മളത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എഗ്ഗും ഞാൻ അതുപോലെ തന്നെ ചെറിയ പീസാക്കി കണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മാറ്റി വെച്ചു. ഇനി ഞാൻ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കുറച്ച് ബദാം പൊടിച്ചതാണ്, അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് ഞാൻ ഒരു പാനിൽ ആ സെയിം പാനിൽ ഞാൻ എടുത്തിട്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ്, ഞാൻ 6 kg നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 6 kg നെയ്യ് ഞാൻ 2 ടേബിൾ സ്പൂൺ അതും കുറച്ച് ഓയിലും പാടെ ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് നട്ട്സ് ഇട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ആ നെയ്യ് ചേർക്കുന്നത് നല്ലൊരു രുചി കൂടാനാണ്. ആദ്യം ഞാൻ കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാഷ്യൂ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ മുന്തിരി ഇടേണ്ട ആവശ്യമില്ല, കാരണം മുന്തിരിങ്ങ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം നമ്മൾ കാഷ്യൂ ഇതേപോലെ നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ അത് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് അതേ ഓയിലിലോട്ട് തന്നെ നമ്മൾ ബാക്കി എടുത്തിച്ച് മുന്തിരിയും പാടെ ഇട്ട് കൊടുക്കുക. ബദാം ഇടേണ്ട ആവശ്യമില്ല, അത് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് ചേർക്കാനാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുന്തിരിങ്ങ അതേപോലെ തന്നെ ഞാനിതാ ഓയിലൊന്ന് ഇത് ചെറിയ ചൂടിൽ വേണം കേട്ടോ ആക്കിയെടുക്കാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മുന്തിരി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം.
ഞാൻ ദോശ ചുട്ടിങ്ങാണ്ടാണ് ഈ ചട്ടിപ്പത്തി റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ബാറ്റർ റെഡിയാക്കണമല്ലോ. അപ്പോൾ ആ മാവ് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ദോശ ചുട്ടിട്ട് വലിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിലേറെ മൈദപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദപ്പൊടി, അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗറും 1/4 ടീസ്പൂൺ ഉപ്പും പാടെ ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഭയങ്കര തിക്കായി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഇത്രയും മതി. ഈ ഒരു പാകത്തിന് നമുക്ക് ഈ ബാറ്റർ കിട്ടിയാൽ മതി. ഇതാ ഒരു പാകമായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ഇത് ചുട്ടെടുക്കുക. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഞാനിത് ദോശയ്ക്ക് നൈസായിട്ടിട്ട് പാർന്ന് കൊടുത്തത് ഒരുപാട് കട്ടുണ്ടായ ഒരു അത്ര രുചി ഉണ്ടാവില്ല. അപ്പം നൈസായിട്ട് നമുക്കിതാ ഈ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇങ്ങനെ ദോശയിൽ നമ്മൾ ചട്ടിപ്പത്തിരി ചുട്ടെടുക്കുമ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റാണ് കഴിക്കാൻ, ഒട്ടും ഹാർഡ് ആവത്തില്ല, നല്ല രുചിയാണ് അതിന് കഴിക്കാൻ. അപ്പോൾ ഞാൻ അടുത്ത ദോശയും പാട് ഇതുപോലെ തന്നെ നൈസായിട്ട് പാർന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും, കാരണം അത്രയും നൈസായിട്ട് നമ്മളിത് പാരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് മാറ്റിയെടുക്കാം. സൈഡൊക്കെ പെട്ടെന്ന് വിട്ട് വരും, അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതിൽ ഓയിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ ദോശ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ദോശ ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ദോശയും ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കി ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാനിതാ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ആ പാത്രത്തിൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്യണം. ഓയിൽ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും തടവി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല അടിയിൽ. അപ്പോൾ അതിനാണ് ഓയിലൊന്ന് തടവി കൊടുക്കാൻ പറഞ്ഞത്. അപ്പം ഞാനിത് നമ്മൾ ഈ മുട്ടയൊന്ന് കുറച്ച് പഞ്ചസാരയും ഒക്കെ ഇട്ടുങ്ങാണ്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ എഗ്ഗിലോട്ട് ഓരോ ദോശ എടുത്തിട്ട് ഒന്ന് മുക്കിയിട്ട് അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഞാൻ അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുത്തല്ലോ, അപ്പോൾ അതിലോട് കൂടെ ഈ ബദാം ഒന്ന് ക്രഷ് ചെയ്ത് അതൊന്ന് മിക്സാക്കി നല്ലതായിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറേശ്ശെ എടുത്തുങ്ങാണ്ട് നമ്മുടെ ഈ ദോശമാവിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പം അതിങ്ങനെ ബൈറ്റ് ചെയ്യല്ലേ നമ്മൾ കഴിക്കുന്ന സമയത്ത്, അപ്പം നല്ല രുചിയാണ്. അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടി ഇങ്ങനെ ചെറുതാക്കി പീസാക്കി വെച്ച് എഗ്ഗും പാട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എഗ്ഗും ഞാൻ അതുപോലെ ഇട്ട് കൊടുത്ത് അക്കൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അടുത്ത ദോശ എടുത്ത് അതും ഇതേപോലെ തന്നെ ഈ എഗ്ഗിലൊന്ന് മുക്കിയെടുത്തിട്ട് അത് ഈ ദോശ ഈ കൂട്ടിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കാം. അത് ഇതേപോലെ അതിൻ്റെ മേലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിയും മുന്തിരിയും ബദാമും എല്ലാം പാടെ ആദ്യം ഇട്ട് കൊടുക്കുക, എന്നിട്ട് എഗ്ഗ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ദോശയാണ് നമ്മൾ ചുട്ടെടുത്തത് അത് ഒക്കെ നമ്മൾ ഇതുപോലെ ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ദോശയുടെ മേലെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യുക, ഞാനിതാ എല്ലാ ദോശയുടെ മേലെയും അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ദോശയും വെച്ച് കൊടുത്ത് ബാക്കിയുള്ള നട്ട്സും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചെറിയ ഇതാക്കി വെച്ച് എഗ്ഗും ഇട്ട് കൊടുക്കുക. അതും കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ എഗ്ഗിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, നമ്മൾ അടിച്ചു വെച്ച എഗ്ഗ്, ആ ബാക്കിയുള്ള എഗ്ഗ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ വേറെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, അത് ഇതിലോട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ 5 എഗ്ഗ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മുക്കിയതിന് ശേഷം അത് നമുക്ക് ആവശ്യമുണ്ട്. അത് മെല്ലെ ചിന്തിപ്പോവരുത്, കുറച്ച് ചിന്തിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ചിന്താതെ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഈ ചട്ടിപ്പത്തിരിക്ക് ആവശ്യമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ എല്ലാ പണിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണമല്ലോ. അതിനായിട്ട് ഞാനിതാ ഒരു പോട്ട് എടുത്തിട്ട് ഞാൻ ഓൾറെഡി അത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ അതിനോട് മേലെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഒരു മൂടി, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്ത് ചൂടാക്കിയിട്ട് അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കൈ പൊള്ളാണ്ട് വെക്കണം. എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ കൈ പൊള്ളിപ്പോൾ ഒന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി. അപ്പോൾ ഞാനിതൊരു അതെടുത്തുകൊണ്ടൊന്ന് സെൻറ്ററിലോട്ടാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു അടുപ്പ് വെച്ച് മൂടി വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു
1/4 ഒരു 45 1 അവർ അത് ഒരു സിമ്മിലിട്ടിങ്ങാണ്ട് 45 മിനിറ്റ്സ് മതി. ഞാൻ 45 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർ സ്റ്റൗവിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ചൂട് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പം അത് ചിലർക്ക് കുറവാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ മതി. അപ്പോൾ ഇതാ എൻ്റെതൊക്കെ അത്രയും വെച്ചത് കൊണ്ട് ആയിട്ടുണ്ട്. ഞാനത് ചൂടാറിയതിന് ശേഷമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളിപ്പോകും. ഒരു തവണ തന്നെ പൊള്ളിപ്പോയി. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണ് കഴിക്കാൻ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഇതാ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണിത്. ചിലപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി. ഇനി ഇത് മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഇങ്ങനെ തന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ മേൽഭാഗം വെന്തു വരുന്നുണ്ട്. ചിലവരൊക്കെ കാണാം അത് അപ്പുറത്ത് മറിച്ചിട്ടിങ്ങാണ്ട് അത് അങ്ങനെ വേവിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് ഇപ്പം തന്നെ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആണ് തന്നെ കഴിക്കാൻ, ഒട്ടും ഹാർഡില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒന്ന് അഭിപ്രായങ്ങൾ അതും അറിയിക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.